മാനേജ്മെന്റ് അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് തുറന്ന് സമ്മതിക്കുന്നതിന് പകരം അവർ ന്യായീകരിക്കാൻ വരുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കാര്യത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച അത് ആ വീഴ്ച വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ KSEBിയുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അവർ പരസ്പരം കുറ്റപ്പെടുത്തി തടിതപ്പാനാണ് അവർ ശ്രമിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായവർ ആരായിരുന്നാലും, ഉപ്പ് തിന്നവർ ആരായിരുന്നാലും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇതിന് ഉത്തരവാദികൾ ആരാണ്? KSEB ആണെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി വേണം. മാനേജ്മെന്റാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അവരുടെ പേരിലും നടപടി വേണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം അതാണ്. പക്ഷേ ഇത് തേച്ചു മായ്ച്ച് കളയുവാനും ഇത് കുറ്റവാളികളെ രക്ഷിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടക്കം മുതൽ നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. അതുകൊണ്ട് 13 വയസ്സായ ഒരു കുഞ്ഞ് മിഥുൻ എന്ന 13 വയസ്സ് 8ാം ക്ലാസ് വിദ്യാർത്ഥി, തീർച്ചയായും ഒരു ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ സംഭവം ഇനി ഒരിക്കലും നമ്മുടെ ഒരു സ്കൂളിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഈ സംഭവം അതീവ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് നടപടി എടുക്കണം, അടിയന്തരമായി നടപടിയെടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ രക്ഷകർത്താക്കളും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ, പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇവിടെ സംഭവസ്ഥലത്ത് വന്ന് നേരിട്ട് കണ്ടപ്പോൾ എനിക്കും ബോധ്യമായി ഇത് വലിയ അതീവ ഗുരുതരമായ വീഴ്ചയാണ് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇവരെ വെള്ളപൂശാനുള്ള ശ്രമം ആര് നടത്തിയാലും അത് നാട്ടുകാരെ അനുവദിക്കില്ല, ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അനുവദിക്കില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആരും അത് അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ സ്കൂളിന്റെ മുന്നിൽ ഈ സംഭവം ഉണ്ടായ മുതൽ ഇതുവരെയും അതിശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും.